നിങ്ങൾ ഇനി എത്ര ദിവസം ലീവ് എടുത്താലും എത്ര കാശ് കൊടുത്ത് ഇവിടെ വന്നാലും അത് വേർത്താണ്. കാരണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഭാരതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ബദാമി എന്ന് പറയുന്നത്. 4 ഗുഹാക്ഷേത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാം ഗുഹാക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് വലതുവശത്തെ ശിവതാണ്ഡവ ശില്പമാണ്. 18 കൈകളുള്ള നടരാജ ശില്പം. വീണ്ടും പടവുകൾ കയറി മുകളിലെത്തുമ്പോൾ രണ്ടാമത്തെ ഗുഹാക്ഷേത്രം കാണാൻ സാധിക്കും. ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ്. ത്രിവിക്രമമൂർത്തിയുടേതാണ് ഈ ഒരു ക്ഷേത്രം. നമ്മുടെ മഹാബലിയുടെ കഥയാണ് ഇവിടെ ഈ ശില്പത്തിൽ. അടുത്ത പടവുകൾ കയറി മുകളിലെത്തുമ്പോൾ മൂന്നാമത്തെ ഗുഹാക്ഷേത്രം കാണാൻ സാധിക്കും. ബദാമിയിലെ തന്നെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ഗുഹാക്ഷേത്രമാണ് മൂന്നാം ഗുഹ. ഇതും ഒരു മഹാവിഷ്ണു ക്ഷേത്രം തന്നെയാണ്. അടുത്തതായി എത്തുന്നത് 4ാം ഗുഹാക്ഷേത്രത്തിലാണ്. ഇത് ഒരു ജൈന ക്ഷേത്രമാണ്. ഈ ഓരോ പടവുകളും കയറി മുകളിലേക്ക് എത്തുമ്പോൾ അതിന്റെ എതിർവശത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അഗസ്ത്യ തടാകവും ഒപ്പം തന്നെ ഭൂതനാഥ ക്ഷേത്രവുമാണ്. അപ്പൊ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ കർണാടകയിലെ ബാഗൽകോട്ട് ജില്ലയിലെ ബദാമി എന്ന് പറയും. അതായത് ബദാമിന്റെ നിറമുള്ള മലനിരകൾ. കേരളത്തിൽ നിന്നും ഡയറക്റ്റ് ട്രെയിൻസ് ഒന്നും അവൈലബിൾ അല്ല. നമുക്ക് നേരെ മംഗലാപുരത്ത് വന്നാല് മംഗലാപുരത്ത് നിന്ന് വൈകിട്ട് 5 മണിക്ക് ബദാമിയിലേക്കുള്ള ട്രെയിൻ ഉണ്ട്. അപ്പൊ ഇമാതിരിയുള്ള വെറൈറ്റി വീഡിയോസിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ശബരി വർക്കലയാണ്, ശബരി ദ ട്രാവലർ.